നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ ഈ നേരമാകുമ്പോൾ നമുക്ക് വ്യക്തമാകും ആര് ജയിച്ചു ആര് തോറ്റുവെന്ന്. ഇനി 24 മണിക്കൂർ വേണ്ട ജയപരാജയം തിരിച്ചറിയാൻ. നാളെ ഈ സമയത്ത് റിസൾട്ട് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ അവലോകനം ചെയ്യുന്നത്. എന്തായിരിക്കും റിസൾട്ട് പ്രവചിക്കാനൊന്നും അറിയില്ല, പക്ഷെ പലരും പ്രവചിച്ചിട്ടുണ്ട് ഇയാൾ ജയിക്കും അയാൾ ജയിക്കും. എന്നാലും ഉറപ്പിച്ചു പറയാം, സ്വരാജ് സ്ഥാനാർത്ഥി ആകുന്നതിന് മുന്നേ തന്നെ മണ്ഡലത്തിൻ്റെ പൾസ് പരിശോധിക്കുകയും അല്ലെങ്കിൽ മണ്ഡലത്തെക്കുറിച്ച് പഠിക്കുകയും ആളുകളോട് ഒരുപാട് സംസാരിക്കുകയും ചെയ്ത വ്യക്തി എന്നതിൽ ഞാൻ പറയുകയാണ്, ഈ തെരഞ്ഞെടുപ്പ് സ്വരാജിനുള്ളതാണ്. സ്വരാജ് വിജയിച്ചിരിക്കും. അതായത് നാളെ പെട്ടി പൊട്ടിക്കുമ്പോൾ ആദ്യ റൗണ്ടിൽ തന്നെ സ്വരാജിൻ്റെ ലീഡ് ഭീമമായി ഉയരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് സാക്ഷ്യം വഹിക്കാൻ, അതായത് അത് സാക്ഷ്യപ്പെടുത്തുന്നത് ചില ആളുകളുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ പരാമർശങ്ങളും വെളിപ്പെടുത്തലുകളുമാണ്. ചില ക്യാമ്പുകളിലുണ്ടായ നീരസവും നിരാശയും ഒക്കെ നമ്മൾ കണ്ടു, പരസ്യമായി കഴിഞ്ഞു. ഒന്ന് ഷൗക്കത്തിൻ്റെ ക്യാമ്പിൽ ഷൗക്കത്ത് നെഞ്ചത്തടിച്ച് പറയുകയാണ്, ഈ VD സതീശനെ കൊണ്ട് തോറ്റേ എന്ന്. VD സതീശൻ അത്രമാത്രം പണിയാണ് ഷൗക്കത്തിന് കൊടുത്തത്. അതിനുണ്ട് കാരണം. ആ കാരണം ഇങ്ങനെയാണ് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത്. ഷൗക്കത്തിനെ ഇപ്പം നിർത്തി പരാജയപ്പെടുത്തിയില്ലെങ്കിൽ ഷൗക്കത്ത് എല്ലാ കാലവും നിലമ്പൂരിൽ ഒരു വെല്ലുവിളിയായി നിൽക്കും. ഷൗക്കത്ത് ഇപ്പം നിന്ന് തോറ്റു കഴിഞ്ഞാൽ അടുത്ത വർഷം വേറെ നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തി മണ്ഡലം തിരിച്ചു പിടിക്കാൻ പറ്റും. ഷൗക്കത്തിനവിടെ ജനസമ്മതി ഇല്ല. ഷൗക്കത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളൊക്കെ മുസ്ലിം സമുദായത്തിന് എതിരായിരുന്നു, അല്ലെങ്കിൽ മുസ്ലിം പാരമ്പര്യത്തിന് എതിരായി നിന്നുകൊണ്ടാണ് അയാൾ ഇതുവരെ സംസാരിച്ചിരുന്നത്. അയാളുടെ വാപ്പയും, അതായത് ആര്യാടൻ മുഹമ്മദും അതുപോലെ തന്നെയായിരുന്നു. ഇയാളുടെ സിനിമകൾ, സാംസ്കാരിക പ്രവർത്തനം ഒക്കെ തന്നെ മുസ്ലിം വിരുദ്ധതയാണ്, അന്ധമായ മുസ്ലിം വിരുദ്ധത പുലർത്തുന്ന ഒരു നേതാവാണ്, കോൺഗ്രസ് നേതാവാണ് ആര്യാടൻ ഷൗക്കത്ത്. സംഗതി അദ്ദേഹവും മുസ്ലിം ആണെങ്കിലും മുസ്ലിം വിരുദ്ധത അദ്ദേഹത്തിൻ്റെ മുഖമുദ്രയാണ് എന്ന് ജനങ്ങൾക്കറിയാം. ഇത് VD സതീശനും അറിയാം. VD സതീശൻ ഈ അവിടുത്തെ DCC പ്രസിഡന്റ് VS ജോയി എങ്ങാനും അൻവറിന്റെ വാക്ക് കേട്ട് മത്സരിപ്പിച്ചിരുന്നുവെങ്കിൽ ഷൗക്കത്ത് കലാപക്കൊടി ഉയർത്തും. ഷൗക്കത്ത് പാലം വലിക്കുകയും VS ജോയിയെ തോൽപ്പിക്കുകയും ചെയ്യും. ഈ VS ജോയിയുടെ അനുകൂലികൾ ഒരുപാട് പേരുണ്ട്. VS ജോയിയാണ് DCC പ്രസിഡന്റാണ് തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ചത്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചതെന്നൊക്കെ ഷൗക്കത്ത് ചുമ്മാ പറയുന്നതാണ്. VS ജോയി കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ അണ്ടർഗ്രൗണ്ട് പണി അദ്ദേഹവും ചെയ്തിട്ടുണ്ട്. അത് VD സതീശനും അറിയാം. അപ്പോൾ ഇപ്പോൾ നിർത്തി തോൽപ്പിക്കുക, അതിന് VD സതീശൻ പഠിച്ച പണി 18 നോക്കിയിട്ടുണ്ട്. അത് നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലൊക്കെ കൃത്യമായി അറിയാം VD സതീശൻ ചെയ്യുന്നത് എന്താണെന്ന്. VD സതീശൻ അവസാനം എന്താണ്, മുസ്ലിം യുവ സംഘടനകൾ എന്ത് പറഞ്ഞു, പങ്കിളി രാഷ്ട്രീയം കളിക്കുന്നയാൾ, ഒരു നിലപാടില്ലാത്ത ആൾ, പങ്കിളി ക്യാരക്ടറുള്ള വ്യക്തി എന്ന് വരെ സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയും യുവജന സംഘടനയും VD സതീശനെ താറടിച്ച് കാണിക്കുന്ന കാഴ്ച വരെ പ്രചരണ സമയത്ത് നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഷൗക്കത്തിൻ്റെ ക്യാമ്പിൽ നെഞ്ചിടിപ്പും നീരസവും നിരാശയുമാണ്. ഷൗക്കത്തിന് മനസ്സിലായി കഴിഞ്ഞു, ഞാൻ തോറ്റുപോകും. കാരണം സ്വരാജിന് ഉള്ള ജനസമ്മതി വോട്ടായി മാറിയിട്ടുണ്ട്. ഇത്രയും കനത്ത പോളിംഗ് നടന്നത് തന്നെ സ്വരാജിനെ വിജയിപ്പിക്കാൻ വേണ്ടി പുതിയ വോട്ടർമാർ തള്ളിക്കയറി വോട്ട് ചെയ്തത് കൊണ്ടാണ്. തള്ളിക്കയറിയെന്ന് ഞാൻ പറയുന്നത്, ഒരുപാട് പേര് ഒന്ന് വോട്ട് ചെയ്തു. അങ്ങനെ ചെയ്തത് കൊണ്ടാണ് പോളിംഗ് ശതമാനം ഉയർന്നത്. സ്വരാജ് വിജയിക്കാൻ പോകുന്നതെന്ന് ഷൗക്കത്തിന് നന്നായി അറിയാം. BJP ക്യാമ്പോ അത് തന്നെയാണ് പറയുന്നത്. BJP പറഞ്ഞത് എന്താ, ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല, ഞങ്ങൾ തോറ്റു എന്ന് ആദ്യമേ പറഞ്ഞ വ്യക്തികളാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പാർട്ടി BJP. എന്നിട്ട് BDJSന് കൊടുക്കാൻ നോക്കി സീറ്റ്. BDJS പറഞ്ഞു വേണ്ട, വെള്ളാപ്പള്ളി ഇവിടെ വന്ന് നാറ്റിച്ചിട്ട് പോകുക, മുസ്ലിം സമുദായത്തെ മുഴുവൻ അടച്ചാക്ഷേപിച്ചിട്ട് പോയിരിക്കുന്നത് കൊണ്ട് ഇവിടെ ആ കളി നടക്കില്ല, അതുകൊണ്ട് BDJS നിൽക്കുന്നില്ല എന്ന് തുഷാർ വെള്ളാപ്പള്ളി പിൻവാങ്ങിയപ്പോഴാണ് എന്തിനെങ്കിലും ആരെങ്കിലും നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആരെ കൊണ്ട് നിർത്തിയത്, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ സംസ്ഥാന സമിതിയിലുണ്ടായിരുന്ന മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയത്. മോഹൻ ജോർജ് മലയോര കർഷകരുടെ പ്രതിനിധിയല്ല, മലയോര ക്രിസ്ത്യാനികളുടെ പ്രതിനിധി എന്ന തരത്തിലാണ്. അതിനടുത്തൊരു ന്യൂനപക്ഷ പ്രേമം കൂടി BJP കുത്തി നിറയ്ക്കാൻ നോക്കി. അത് 8 നിലയിൽ പൊട്ടുന്ന ഒരു ചിന്തയായിപ്പോയി. BJPയുടെ എന്താണ് ഈ ആട്ടുംതോലിട്ട ചെന്നായുടെ സ്വഭാവം അവിടുത്തെ മലയോര പ്രദേശത്തുള്ള കർഷകർക്കും അറിയാം. അത് മുനമ്പത്തിൽ അവർ കണ്ടതുമാണ്. അതുകൊണ്ട് BJPയുടെ സ്ഥാനാർത്ഥിയാവുന്ന മോഹൻ ജോർജിന് ക്രൈസ്തവരുടെ വോട്ട് കിട്ടും, കൂടുതൽ വോട്ട് കിട്ടുമെന്നുള്ള BJPയുടെ പ്രതീക്ഷയും അസ്ഥാനത്താണ്. ഇനിയുള്ളത് PV അൻവറാണ്. PV അൻവർ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ, 75,000 വോട്ടാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം തന്നെ പരിശോധിച്ച് വന്നപ്പോൾ ഒരു 10,000 വോട്ടെങ്കിലും കിട്ടിയാൽ ഭാഗ്യം. 10,000-നും 15,000-നും ഇടയിൽ വോട്ട് ലഭിച്ചാൽ തന്നെ ഭാഗ്യം എന്ന നിലയാണ് അൻവറിൻ്റെ അവസ്ഥ. പക്ഷേ അൻവർ എന്തു വന്നാലും അൻവർ ഷൗക്കത്തിനെ തോൽപ്പിക്കാൻ വേണ്ടി രംഗത്തുണ്ടായിരുന്നു. അൻവറിൻ്റെ ചരടുവലി ഷൗക്കത്തിന് എതിരായിരുന്നു. അതുകൊണ്ട് ഷൗക്കത്തിനായിരിക്കും അൻവറിൻ്റെ പാരകൾ ആദ്യം ഏൽക്കുന്നത്. അൻവർ പിടിക്കുന്ന വോട്ടുകൾ ഷൗക്കത്തിന് കിട്ടേണ്ട വോട്ടുകളായിരിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല. അതേ അവസരം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, പ്രവചനമൊന്നുമല്ല, പ്രവചനമായിട്ടല്ല, നിലമ്പൂരിലെ വോട്ടർമാർ പറയുന്നത് വെച്ചിട്ടും പിന്നെ ഈ ക്യാമ്പുകൾ BJPയുടെ ക്യാമ്പും അതുപോലെ അൻവറിൻ്റെ ഒപ്പമുള്ള ആളുകളും ഷൗക്കത്തിനൊപ്പമുള്ള ആളുകളുമൊക്കെ പറയുന്നത് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, സ്വരാജ് തന്നെ ഉറപ്പായിട്ട് നിയമസഭയിലെത്തും. നമുക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായ ആ പൾസ് നിങ്ങൾക്ക് മനസ്സിലാകും. നാളെ ഈ നേരമാകുമ്പോൾ സ്വരാജിനായിരിക്കും വിജയ കൊടി പാറിച്ച് അവിടെ നിലമ്പൂരിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തുന്നത്.